പറ്റി അനൂപേട്ട? എന്തൊരു വിഷമം? അമ്മ റിട്ടയർ ചെയ്തപ്പോൾ കിട്ടിയ പെൻഷൻ തുക ഞാൻ പറഞ്ഞിട്ടൊരു ധനകാര്യ സ്ഥാപനത്തിൽ ഉയർന്ന പലിശയ്ക്ക് നിക്ഷേപിച്ചു. ഇപ്പോൾ മാസങ്ങളായി പലിശ കിട്ടിയിട്ട് ഇന്ന് പോയി അന്വേഷിച്ചപ്പോൾ മുതൽ പോലും കിട്ടില്ലെന്നാണ് അറിഞ്ഞത്. അയ്യോ, അത് കഷ്ടമായി പോയല്ലോ. എന്തായാലും ഇത്രയും വലിയൊരു എമൗണ്ട് അത്ര സേഫ് അല്ലാത്തൊരു സ്ഥലത്ത് ഇടണ്ടായിരുന്നു. പോസ്റ്റ് ഓഫീസിൽ സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിൽ ഇട്ടാൽ മതിയായിരുന്നു. അതാവുമ്പോ 8.2% പലിശയുണ്ട്. 3 മാസം കൂടുമ്പോൾ ഇൻട്രസ്റ്റ് എടുക്കാം. എന്റെ അച്ഛൻ അവിടെ ഇട്ടേക്കുന്നത്. എനിക്ക് ഇതിനെ കുറിച്ചൊന്നും അറിഞ്ഞുകൂടായിരുന്നു. അതിന് നീ എന്തെങ്കിലും ചോദിച്ചാലേ പറഞ്ഞുതരാൻ പറ്റുള്ളൂ. ഹായ്, ഫുൾ ചെലവ് എന്റെ വക. ആഹാ, എന്തോ കാര്യമായിട്ട് തടഞ്ഞിട്ടുണ്ടല്ലോ. എന്റെ KVP മെച്ചറായി. 115 മാസം കൊണ്ട് ഇട്ട പൈസ ഡബിൾ ആയി. അതെന്തായി KVP? കിസാൻ വികാസ് പത്ര പോസ്റ്റ് ഓഫീസിലുള്ള ഒരു സേവിംഗ് സ്കീമാ. ആഹാ, അപ്പൊ ഇനി അത് വെച്ചിട്ട് എന്താ പരിപാടി? ഞാൻ SBI ഡെപ്പോസിറ്റ് ചെയ്തു. 4% പലിശ, ATM, ചെക്ക് ഫെസിലിറ്റി. പിന്നെ ഇപ്പൊ പഴയ പോലൊന്നും അല്ല. നെറ്റ് ബാങ്കിങ്, മൊബൈൽ ബാങ്കിങ് എല്ലാം ഉണ്ട്. പിന്നെ എപ്പോ വേണമെങ്കിലും ഇടാം, എപ്പോ വേണമെങ്കിലും പൈസ എടുക്കാം. എന്നിട്ട് വേണം നിനക്ക് 1 വർഷത്തിനകത്ത് അതെടുത്ത് പുട്ടടിച്ച് തീർക്കാൻ. നീ ഒരു കാര്യം ചെയ്യും, കുറച്ച് പൈസ എന്തായാലും SBI കിടന്നോട്ടെ. ബാക്കി എടുത്തിട്ട് പോസ്റ്റ് ഓഫീസിലെ മന്ത്ലി ഇൻകം സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ അതാകുമ്പോൾ നിനക്ക് മാസം ഒരു സ്ഥിര എമൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും. 7.4% ഇൻട്രസ്റ്റ് ഉണ്ട്. ഇനി അഥവാ നിനക്ക് ഇൻട്രസ്റ്റ് വേണ്ടാന്ന് വെക്കുക, നീ ഒരു RD തുടങ്ങും, റെക്കറിംഗ് ഡെപ്പോസിറ്റ്. അന്നേരം എന്ത് പറ്റുന്നത്? നീ 1 ലക്ഷം രൂപ ഇട്ടെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ 5 വർഷം കൊണ്ട് നിനക്ക് ഏകദേശം 1,45,000 രൂപ മെച്ചൂറായിട്ട് കിട്ടും. തൽക്കാലം നീ ചായ അങ്ങോട്ട് കുടിക്കും. അനൂപേട്ടൻ എന്തിയേ? എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്കും പറ്റാതിരിക്കാൻ ഏറ്റവും സുരക്ഷിതമായി പോസ്റ്റ് ഓഫീസ് സേവിംഗ് സ്കീമിൽ നിക്ഷേപിക്കൂ.